വി ഡി സതീശൻ വളരെ പരന്ന വായനയുള്ള ആളാണെന്നാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വായനയുടെ ആഴവും പരപ്പും അതിനെ സംബന്ധിച്ച് നമുക്കൊരു സംശയം തോന്നുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. അത് ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ കരാറുണ്ടാക്കി എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകളും ഫാസിസ്റ്റുകളും എല്ലാ കാലത്തും ഇങ്ങനെയുള്ള സഖ്യത്തിലാണ് എന്ന ഒരു സാമാന്യവൽക്കരണം കൂടെ നടത്തി. അതൊന്നും ഒരു പരന്ന വായനക്കാരെന്നുള്ളതല്ല, ഒരു പുസ്തകം പോലും വായിക്കാത്ത ആളുകൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം അതിനകത്തൊരു നീതിയില്ലായ്മയുണ്ട്. സ്റ്റാലിനെതിരെ അഭിപ്രായമുള്ളവരാണ് നാട്ടിൽ ഒരുപാട് ആളുകൾ. സ്റ്റാലിനെതിരെ അഭിപ്രായം പറയാൻ ആളുകൾ പുസ്തകം വായിക്കേണ്ട കാര്യമൊന്നുമല്ല. കാരണം ഇന്ന് ആ നിലയിൽ വഴിയെ പോകുന്ന ഏതൊരാളും സ്റ്റാലിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായത്തിൻ്റെ ആധികാരികമായ അഭിപ്രായത്തിൻ്റെ പിൻബലമില്ലാതെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ മുഖ്യമന്ത്രിയെ പോലൊരാൾ നിയമസഭയിൽ ഇങ്ങനൊരു കാര്യം ഉന്നയിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ഒരു ജനാധിപത്യ മര്യാദ, വായനക്കാരൻ കാണിക്കേണ്ടുന്ന ഗൗരവമുള്ള ഒരു വായനക്കാരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനമല്ല അദ്ദേഹത്തിൽ നിന്ന് വന്നത്. അതുകൊണ്ടാണ് സത്യത്തിൽ നമുക്കത് വിമർശിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇത് ഒരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ കരാറുണ്ടാക്കി. എന്ത് കരാറാണ് ഉണ്ടാക്കിയത്? എന്ത് കരാറാണ് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറും സ്റ്റാലിനും കൂടെ കരാറുണ്ടാക്കി ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുകയുണ്ടായോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിലുണ്ടാക്കിയ കരാർ ഒരു അനാക്രമണ സന്ധിയാണ്. പരസ്പരം ആക്രമിക്കില്ല എന്നാണ് അവർ തമ്മിലുണ്ടാക്കിയ കരാർ. ഈ കരാറിന് എന്താ പ്രശ്നം? എല്ലാ രാജ്യങ്ങളും പരസ്പരം നിലനിർത്തേണ്ടുന്ന, പാലിക്കേണ്ട ഒരു സാമാന്യമായ കാര്യം, ഒരു മാന്യമായ സംഗതിയാണ്. പരസ്പരം ആക്രമിക്കില്ല എന്നും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. രണ്ട് കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിലേർപ്പെട്ടാൽ മറുവശത്തെ സഹായിക്കാൻ പോകരുത്. പിന്നെ ഒരു കാര്യം, ഈ രണ്ട് കക്ഷികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കും. ഇത് അന്ന് വരെ അക്കാലത്ത് നിലനിന്നിരുന്ന സോവിയറ്റ് യൂണിയൻ്റെ അടിസ്ഥാന നയത്തിൻ്റെ ഭാഗമായുള്ളൊരു കരാറാണ്. അങ്ങനെ ചിന്തിച്ചാൽ മറ്റൊന്നുമല്ല, സമാധാനപരമായ സഹവർത്തിത്വം ഇതായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ എല്ലാ കാലത്തെയും കാഴ്ചപ്പാട് മറ്റ് രാഷ്ട്രങ്ങളുമായി. അതിൻ്റെ ലംഘനമല്ല നടന്നിട്ടുള്ളത്. ഹിറ്റ്ലറുമായി അതും വളരെ കുറച്ച് കാലത്തേക്ക് ഉണ്ടാക്കിയ ഒരു കരാർ. ആ കരാറിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് മനസ്സിലാകുമായിരുന്നു. അതായത് ഇങ്ങനൊരു വിമർശനം ഉന്നയിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് വായനയുടെ ആഴവും പരപ്പിനെയും സംബന്ധിച്ച് സംശയം ഉണ്ടാകേണ്ടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. മറ്റൊന്നുമല്ല, രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സാഹചര്യമാണ്. 1939 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് രണ്ടാം ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ആ യുദ്ധം ഉണ്ടാകാൻ പോവുകയാണെന്ന് ലോകം മുഴുവൻ രാഷ്ട്ര തലവന്മാർക്കും പ്രധാനപ്പെട്ട രാഷ്ട്രതന്ത്രജ്ഞരായ ആളുകൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് ലോകം നീങ്ങുകയാണ്. ഹിറ്റ്ലർ അതേപോലെ ഒരു പടയൊരുക്കം നടത്തുന്നുണ്ടായിരുന്നു. 1933 ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന അന്നു മുതൽ വളരെയേറെ വലിയ സൈനികവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈനികവൽക്കരണം നടത്തുന്ന മറ്റ് രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയാണ്. ഫാസിസ്റ്റുകളുടെ എല്ലാ കാലത്തെയും ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്. കമ്മ്യൂണിസത്തിനെതിരായ ഒരു പ്രത്യയശാസ്ത്രമാണ് ഫാസിസം. ആ ഫാസിസ്റ്റുകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാലത്തെ ഭരണ അധികാര കേന്ദ്രമായിരുന്നു ജർമ്മനി എന്ന് നമുക്കറിയാം. അപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ച് അവരുടെ പ്രഖ്യാപിത ശത്രുവാണ് കമ്മ്യൂണിസം. അപ്പോൾ ജർമ്മനിയുടെ സൈനികവൽക്കരണം, ആയുധവൽക്കരണം എല്ലാം തന്നെ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നതിന് വേണ്ടിയായിരുന്നു എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അപകടം സ്റ്റാലിൻ വളരെ നന്നായി തിരിച്ചറിഞ്ഞു. സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അവർ സമാധാനമാണ് ഏതൊരു സോഷ്യലിസ്റ്റ് രാഷ്ട്രവും എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത്. കാരണം സമാധാനപരമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാത്രമേ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിന് നന്നായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് സമാധാനം നിലനിർത്താൻ എന്ത് വേണം എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഹിറ്റ്ലർ വലിയ പടയൊരുക്കം നടത്തുന്നു. ഏത് നിമിഷവും ലോകത്തെ കീഴടക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ആക്രമണം തുടങ്ങിയേക്കാം എന്നൊരു ഭീഷണി നിലനിൽക്കുമ്പോൾ നമുക്ക് 1939 മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിൽ നടന്ന AICCയുടെ സമ്മേളനത്തിൽ വെച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് പറയുന്നത് 6 മാസത്തിനുള്ളിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിലിരിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആളുകൾക്ക് അറിയാം യുദ്ധ സാഹചര്യമാണ്. അപ്പോൾ യുദ്ധത്തെ നേരിടാൻ തക്ക ഇമ്മീഡിയറ്റ് ശത്രുവായി നിൽക്കുന്ന സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ച് അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതൊരു പ്രശ്നം തന്നെയായിരുന്നു. അതിനുവേണ്ടി ആദ്യം സമീപിച്ചത് ബ്രിട്ടനെയാണ്. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ അക്കാലത്ത് സഖ്യത്തിലാണ്. ബ്രിട്ടനും പോളണ്ടും തമ്മിൽ ധാരണകളുണ്ട്. അപ്പോൾ ഈ ബ്രിട്ടനുമായി സമീപിച്ചുകൊണ്ട് ബ്രിട്ടനും ഫ്രാൻസും സോവിയറ്റ് യൂണിയനും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ചേരുന്ന ഒരു സഖ്യം ഉണ്ടാക്കണമെന്നൊരാവശ്യം അന്ന് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വെച്ചു.
പക്ഷെ ബ്രിട്ടൻ അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഓരോ ഘട്ടത്തിലും പല കാരണങ്ങൾ പറഞ്ഞ് നിരാകരിച്ചു ഇല്ല, പക്ഷേ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആ സഖ്യത്തിലേക്ക് വരുന്നത് ഒഴിവാക്കിപ്പോയി. അപ്പോൾ നോക്കുക, ഇതേ സമയത്ത് ഈ 39 മെയ് മാസത്തിൽ ഹിറ്റ്ലർ ആദ്യത്തെ ഒരു സഖ്യത്തിന് വേണ്ടി ഒരു കരാറുണ്ടാക്കുന്നതിന് വേണ്ടി ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയനെ സമീപിക്കുന്നുണ്ട്. അന്ന് ബ്രിട്ടനുമായുള്ള ഒരു സഖ്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബ്രിട്ടനുമായിട്ടുള്ള സഖ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ഈ ജർമ്മനിയുടെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് ബ്രിട്ടൻ അടക്കമുള്ള ഒരു രാജ്യങ്ങളുമായി സോവിയറ്റ് യൂണിയൻ സഖ്യത്തിലാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ജർമ്മനി ഭയപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത ഉള്ളതുകൊണ്ടാണ് അതിനുവേണ്ടി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ശ്രമിച്ചത്. ബ്രിട്ടൻ അതിന് തയ്യാറാകാതിരുന്ന അതേ സമയത്ത് തന്നെ ജർമ്മനി സോവിയറ്റ് യൂണിയനുമായി ഒരു അനാക്രമണ സന്ധി കരാറിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ അത് നിരാകരിക്കുകയാണ്. മെയ് മാസത്തിൽ നിരാകരിച്ചുകൊണ്ട് വീണ്ടും ബ്രിട്ടനുമായുള്ള സഖ്യത്തെക്കുറിച്ചാണ് ശ്രമിക്കുന്നത്. ബ്രിട്ടനുമായുള്ള സഖ്യം ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല എന്ന സ്ഥിതി വന്നപ്പോഴാണ് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസം 20-ാം തീയതിയാണെന്ന് തോന്നുന്നു, 20-24 ആ ടൈമിലാണ് ജർമ്മനിയുമായി ഒരു അനാക്രമണ സന്ധി ഒപ്പിടാൻ തീരുമാനിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ജർമ്മനിയാണ് അപ്പോഴും മുൻകൈ എടുക്കുന്നത്. സോവിയറ്റ് യൂണിയനുമായി ഒരു അനാക്രമണ സന്ധി ഉണ്ടാക്കി ഉടനെ ആക്രമിക്കില്ല എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാവാം, അതല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും ഇംഗ്ലണ്ടും തമ്മിൽ ഒരു ധാരണയിലേക്ക് പോയാൽ ആ ധാരണ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനൊരു കരാറിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാവാം ഹിറ്റ്ലറെ പോലെ അത്രയും കുറുക്കടായ ഒരു രാഷ്ട്രീയക്കാരൻ പല വഴികൾ അതിന് കാരണക്കാരൻ ആലോചിച്ചിരുന്നു. ബ്രിട്ടനുമായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ്റെ സഖ്യം ഉണ്ടാവരുതെന്നുള്ള താല്പര്യം ഒരു പക്ഷേ ഉണ്ടായിരിക്കും. പക്ഷേ സോവിയറ്റ് യൂണിയൻ ബ്രിട്ടനുമായി സഖ്യമുണ്ടാക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ജർമ്മനിയുടെ ആക്രമണത്തെ കുറച്ച് കാലത്തേക്കെങ്കിലും ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ കഴിയുന്നത്ര ആ ആക്രമണത്തെ താമസിപ്പിക്കുക, സ്ലോയിലാക്കുക, അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് സോവിയറ്റ് യൂണിയൻ അന്ന് നടത്തിയത്. ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അനാക്രമണ സന്ധി ഉണ്ടാക്കി, ഒരു ധാരണയുണ്ടാക്കി മുന്നോട്ട് പോകവേ തന്നെ അപ്രതീക്ഷിതമായാണ് സോവിയറ്റ് യൂണിയന് എതിരായിട്ടുള്ള ആക്രമണം ജർമ്മനിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമുക്കറിയാം, ആ അനാക്രമണ സന്ധി, പരസ്പരം ആക്രമിക്കില്ല എന്നുള്ള ആ സന്ധി, ആ കരാറ് അത് ലംഘിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനെതിരെ ആ വിധത്തിൽ ആദ്യം പോളണ്ടിനെ ആക്രമിച്ചു. അതിൻ്റെ ഒരു ഘട്ടത്തിന് ശേഷം അപ്രതീക്ഷിതമായി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുകയാണ്. ടാർഗറ്റ് പോളണ്ട് അല്ല, ജർമ്മനിയെ സംബന്ധിച്ച് ടാർഗറ്റ് മറ്റൊരു രാഷ്ട്രമായിരുന്നല്ലോ, സോവിയറ്റ് യൂണിയനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സോവിയറ്റ് യൂണിയൻ തകരുക എന്നത് ജർമ്മനിയുടെ മാത്രമല്ല ആവശ്യകത. അന്നത്തെ ക്യാപിറ്റലിസ്റ്റ് ചേരിയുടെ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന രാഷ്ട്രമായിരുന്നു ഇംഗ്ലണ്ട്. അമേരിക്കയേക്കാൾ മുന്നിൽ സാമ്രാജ്യത്വ ചേരിയുടെ മുൻനിര നിൽക്കുന്ന രാഷ്ട്രമായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് സോവിയറ്റ് യൂണിയൻ തകരേണ്ടത് അവരുടെ ഒരു ആവശ്യകതയാണ്. ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്ന നിലയിൽ ഒരു സാമ്രാജ്യത്വ രാജ്യം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ തകർച്ച അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള കരാറിന് അവർ തയ്യാറാകാതിരുന്നതും. ജർമ്മനി ആക്രമിച്ച് സോവിയറ്റ് യൂണിയനെ തകർക്കട്ടെ, അതിനുശേഷം ജർമ്മനി ആക്രമിച്ച് പരാജയപ്പെടുത്താൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ട് രണ്ട് ഗുണമാണ്: ഫാസിസ്റ്റ് ജർമ്മനിയെ പരാജയപ്പെടുത്താം, ഒപ്പം സോവിയറ്റ് യൂണിയനെ തകർക്കാം. അപ്പോൾ ഈ വിധത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ഗൂഢാലോചനകളും തന്ത്രങ്ങളും പ്രവർത്തിക്കുന്നിടത്ത് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ സ്റ്റാലിനെ പോലുള്ളൊരു രാഷ്ട്രതന്ത്രജ്ഞൻ നടത്തിയ ഒരു നീക്കമാണ്. അത് ആ കാലഘട്ടത്തിലെ ആ നിമിഷത്തിലെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് ചെയ്തൊരു സംഗതിയാണ്. ചരിത്രത്തിൽ കുറേയേറെ കാലം മുന്നോട്ട് പോയി ഇത്രയും കാലത്തിന് ശേഷം ഒരു ഇൻസിഡൻറ്റിനെ എടുത്തിട്ട് ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ട് പറയുകയാണ്, സ്റ്റാലിൻ ഹിറ്റ്ലറുമായി കരാറുണ്ടാക്കി, ഫാസിസ്റ്റുകളുമായി എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ കരാറുണ്ടാക്കുന്നവരാണ്, ഫാസിസ്റ്റുകളുമായി ധാരണയിലാണെന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളെ ആകെ ആക്ഷേപിക്കുന്ന ഒരു നിലപാട് ഒരു വായനയും പഠനയും അറിവുമുള്ള ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യില്ല. സാധാരണ ലോക്കൽ നേതാക്കന്മാർ എവിടെയെങ്കിലും പ്രസംഗിക്കും പറയുന്നത് പോലെയല്ല. വി ഡി സതീശനെ പോലെ വിവരമുണ്ടെന്ന ആളുകൾ കരുതുന്ന നേതാക്കന്മാർ ഇങ്ങനെ പറയാൻ പാടില്ല. സ്റ്റാലിനെ പോലൊരു നേതാവിനെ ലോകത്ത് അപകീർത്തിപ്പെടുത്തുക എന്നത് ലോകമെമ്പാടും സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു അജണ്ടയായിരുന്നു. കാരണം സാമ്രാജ്യത്വത്തിന് ഏറ്റവുമേറെ വെല്ലുവിളികൾ ഉയർത്തിയത് സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനാണ്. സോഷ്യലിസത്തെ തകർക്കുക, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ തകർക്കുക, അതിനുവേണ്ടി തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിനെതിരെയോ സോഷ്യലിസത്തിനെതിരെയോ പറയുന്നതിനേക്കാൾ എളുപ്പം അതിൻ്റെ നേതൃത്വത്തിൻ്റെ ആധികാരികതയെ ജനങ്ങളുടെ മുന്നിൽ തകർത്ത് കളയുകയും ഇടിച്ചു കാണിക്കുകയും ആക്ഷേപിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ട് ആ നേതൃത്വത്തിൻ്റെ ആധികാരികത തകർത്ത് കഴിഞ്ഞാൽ ആധികാരികത ഇല്ലാതെ ഒരു നേതൃത്വ സങ്കല്പം അത് കൃത്യമായും അത് ജനങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ
അവർക്ക് ഈ നേതൃത്വത്തെ പിന്തുടർന്നുകൊണ്ട് ശരിയായൊരു ദിശയിലേക്ക് ജനങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ആഗോളകരമായി തന്നെ തകർക്കുവാനുള്ള ഒരു 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 ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സ്റ്റാലിനെ ആക്രമിക്കുക. അക്കാലത്ത് തന്നെ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി സഖാവ് ശിവദാസ് ഘോഷ് പിൽക്കാലത്ത് പറഞ്ഞിരുന്നു, അതായത് സ്റ്റാലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം യഥാർത്ഥത്തിൽ സ്റ്റാലിനെതിരായ ആക്രമണമല്ല, അത് ലെനിനെതിരായിട്ടുള്ള ആക്രമണമാണ്. അപ്പം ലെനിനിസത്തെ ഏറ്റവും നന്നായി വ്യാഖ്യാനിച്ചതും വിശദീകരിച്ചതും പ്രയോഗിച്ചതും സ്റ്റാലിനാണ്. അപ്പോൾ സ്റ്റാലിനെ ആക്രമിക്കുക എന്നുള്ളത് സാമ്രാജ്യത്വ ശക്തികളുടെ എക്കാലത്തെയും ഒരു അജണ്ടയായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്ത് വലിയ കോൺട്രിബ്യൂഷൻസ് ലോക ജനതയ്ക്ക് നൽകിക്കൊണ്ടിരുന്ന ആ കാലത്ത് ഇന്ത്യ അടക്കമുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും അക്കാലത്തെ രാഷ്ട്രതന്ത്രജ്ഞന്മാർ, നേതാക്കന്മാർ, സാഹിത്യകാരന്മാർ, മഹാപ്രതിഭകളായ ആളുകളെല്ലാം സ്റ്റാലിനെ പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീടുണ്ടായ മാനിപ്പുലേഷൻസ്, കൃത്രിമങ്ങളും ഈ രീതിയിൽ ഒരുപാട്. ഇപ്പോൾ ഇന്നത്തെ ഈ സൈബർ ആക്രമണത്തിൻ്റെ ഒരു സ്ട്രാറ്റജി നമുക്കറിയാമല്ലോ. സൈബർ ആക്രമണങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തെ കൗണ്ടർ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് ആ ആളുടെ ആധികാരികത കിടക്കാൻ. അതിന് വളരെ മോശപ്പെട്ട വളരെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു തന്ത്രം അന്ന് വേറൊരു ലെവലിൽ ചെയ്യുകയാണ് സാമ്രാജ്യത്വ ശക്തികൾ ചെയ്തത്. യഥാർത്ഥത്തിൽ സ്റ്റാലിൻ എന്തിനാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കേണ്ടത്? അതിനൊക്കെ ഓരോ കഥകളിങ്ങനെ മെനഞ്ഞെടുക്കുകയാണ്. ഒരു പിൻബലവുമില്ലാത്ത, ഒരു രേഖകളുടെയും പിൻബലമില്ലാത്ത കഥകൾ ഇങ്ങനെ ചമച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇന്നും രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാകട്ടെ മുഖ്യമന്ത്രി VD സതീശനെ പോലുള്ള ആളുകൾ അത്തരം കാര്യങ്ങളെ സ്വീകരിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം മാത്രമല്ല, ഈ കാലത്ത് നമുക്കറിയാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച്, സ്റ്റാലിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ സംബന്ധിച്ചും രചിക്കപ്പെട്ടിട്ടുള്ള സാമ്രാജ്യത്വ മുതലാളിത്ത രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകളല്ലാത്ത വളരെ പ്രമുഖരായ ആളുകൾ സ്റ്റാലിനെ കുറിച്ച് അക്കാലത്തും അതിനുശേഷവും പഠിച്ചെഴുതിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോവിയറ്റ് യൂണിയനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവരാരും വായിക്കുകയും ഇല്ല, പ്രചരിപ്പിക്കുകയും ചെയ്യില്ല. കാരണം ഒരു പ്രതിഭാസത്തെ, ഒരു വ്യക്തിയെ, ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കണമെങ്കിൽ അതാത് കാലഘട്ടത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണമല്ലോ. എല്ലാ വശങ്ങളും പരിശോധിക്കണം. അപ്പോഴേ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും. സ്റ്റാലിൻ്റെ കാലത്ത് ഏറ്റവും വലിയ ഒരു ഇന്ന് ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ദി ഗ്രേറ്റ് പർജ് എന്ന് വിളിക്കുന്ന 1930കളിലെ വലിയൊരു വിചാരണ റഷ്യയിൽ നടന്നിരുന്നു. ആ വിചാരണ എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെയൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടി സ്റ്റാലിൻ ചെയ്തതാണെന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വസ്തുത എന്തായിരുന്നു? നമുക്കറിയാം 1917 സോവിയറ്റ് യൂണിയൻ രൂപം കൊള്ളുന്നത്. ആ സോവിയറ്റ് യൂണിയൻ പിച്ച വെച്ച് വളർന്ന് ആ രാജ്യത്തെ മുഴുവൻ പ്രശ്നങ്ങളും, സാമ്പത്തികമായ അല്ലെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ അടക്കമുള്ള ഒത്തിരി സാമൂഹികമായ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി സാമ്പത്തിക മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഒക്കെ വലിയ കുതിച്ചാട്ടവും വളർച്ചയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനുള്ളിൽ ഒരുപാട് ആഭ്യന്തരമായ ശക്തികൾ, ഉള്ളിൽ നിന്നും തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ശക്തികൾ ഉണ്ട്. ജർമ്മനി അടക്കമുള്ള വിദേശ രാഷ്ട്രങ്ങൾ, സാമ്രാജ്യ ശക്തികൾ ഇതിനെ ആക്രമിക്കാൻ വേണ്ടി തുടക്കം മുതൽ ശ്രമിച്ചിരുന്നു. 1917 വിപ്ലവം നടന്ന് 18 തന്നെ 14 മുതലാളിത്ത രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ചേർന്ന് ഈ സോഷ്യലിസ്റ്റ് ശിശുവിനെ തകർക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, പട്ടിണിക്കിട്ട് കൊള്ളുവാൻ ഉപരോധം ഏർപ്പെടുത്തി. സോവിയറ്റ് യൂണിയന് നേരെ ഉപരോധം ഏർപ്പെടുത്തി. യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനിൽ ഇരുമ്പ് മറയായിരുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ മറ്റ് രാഷ്ട്രങ്ങൾ സോവിയറ്റ് യൂണിയന് നേരെ സൃഷ്ടിച്ച ഇരുമ്പ് മറയാണ്. അങ്ങനെ ഒരു സ്വന്തം ജനതയുടെ ഇച്ഛാശക്തി കൊണ്ട്, അവരുടെ കഠിനമായ അധ്വാനവും പരിശ്രമവും കൊണ്ട് ആ രാജ്യം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നമുക്കറിയാം എല്ലാ കാലത്തും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ചാരപ്രവർത്തനം. ഇപ്പം നാസി ജർമ്മനിയുടെ ആക്രമണത്തെ സോവിയറ്റ് യൂണിയൻ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്, അഥവാ ആ ആക്രമണത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്ന് വീഴാതിരുന്നത് 1930കളിൽ ആ രാജ്യത്തെ ശുദ്ധീകരിക്കാൻ അതിൻ്റെ ഭരണ നേതൃത്വത്തിൽ നുഴഞ്ഞു കയറിയിരുന്ന ജർമ്മൻ ചാര ശൃംഖലയെ തകർക്കാൻ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ 30കൾ നടത്തിയ ആ വിചാരണയിലൂടെ കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ആ രാജ്യത്തുണ്ടാകുകയും ഈ ചാരശൃംഖലയെ തകർക്കാൻ കഴിയാതെയും ഇരുന്നിരുന്നെങ്കിൽ ജർമ്മനിയുടെ ആക്രമണത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നു പോകുമായിരുന്നു. എല്ലാ രാജ്യങ്ങളിലും ജർമ്മനി ആക്രമിച്ച് കീഴടക്കി മുന്നോട്ട് പോയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളെയും ജർമ്മനി കീഴടക്കിയിരുന്നു. ആ രാജ്യങ്ങളെല്ലാം തകർന്നുലഞ്ഞു പോയത് അതിന് ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ച ചാരന്മാരുടെ ഇതുകൊണ്ടാണ്, 5-ാം പത്തി പണി കൊണ്ടായിരുന്നു. അപ്പം ഈ 5-ാം പത്തി വേലയെ തകർക്കുവാൻ
സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞു എന്നതാണ് സോവിയറ്റ് യൂണിയൻ പിടിച്ചു നിന്നതും ജർമ്മനിയെ പരാജയപ്പെടുത്തിയതും ലോകത്തെ തന്നെ ഫാസിസ്റ്റ് ഭീഷണിയിൽ നിന്ന് അതിൻ്റെ സൈനിക ശക്തി എന്നതിൽ അതിൻ്റെ ആക്രമണ ശേഷിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ കഴിഞ്ഞതും ആ സോവിയറ്റ് യൂണിയൻ നടത്തിയ ശ്രമത്തിലൂടെയാണ്. അത് അതിൽ വിജയിച്ചതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു വിഷയമാണ്. 1934 സോവിയറ്റ് യൂണിയനിലെ ഭരണകേന്ദ്രത്തിൽ, എന്താണ് ഏറ്റവും ഉന്നതമായ ഭരണകേന്ദ്രത്തിൽ, സ്റ്റാലിൻ്റെ തൊട്ടടുത്ത പാർട്ടിയിലെ രണ്ടാമൻ, ഭരണ നേതൃത്വത്തിലെ രണ്ടാമനായ സഖാവ് കീറോവ് വെടിയേറ്റ് മരിക്കുകയുണ്ടായി. പുറത്തുനിന്ന് ഒരാൾക്കും കടന്നു വരാൻ പറ്റാത്ത അത്രയും പാർട്ടിയുടെ അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനമായിരിക്കുന്ന ആ ഭരണകേന്ദ്രത്തിൽ ശത്രു നുഴഞ്ഞു കയറുകയും സ്റ്റാലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയെങ്കിലും കൊല്ലപ്പെട്ടത് സഖാവ് കീറോവായിരുന്നു. കീറോവിൻ്റെ മരണം അക്ഷരാർത്ഥത്തിൽ സോവിയറ്റ് നേതൃത്വത്തെ നടുക്കിക്കളഞ്ഞു. അപ്പോൾ ഇത് അസംഭാവ്യമായ ഒരു കാര്യമാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഇതിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഏതറ്റം വരെ ശത്രുവിൻ്റെ കടന്നുകയറ്റം ഉണ്ടായി എന്നത് തിരിച്ചറിയാൻ അവർക്ക് അവസരം വന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറോവിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ അന്വേഷണം വലിയൊരു ചാരശൃംഖല സോവിയറ്റ് യൂണിയനിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നൊരു കണ്ടെത്തലാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ രാജ്യദ്രോഹികളാണ്. രാജ്യദ്രോഹികളായ ഒറ്റുകാരായ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒറ്റുകാരായ ചാരന്മാരോട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സമ്പ്രദായം വെച്ച് നമ്മൾ നോക്കിക്കുക, എന്തായിരിക്കും ചെയ്യുക? പിന്നെ പുറം ലോകം കാണത്തില്ല, വിചാരണ ലോകം അറിയത്തില്ല. അവരുടെ ചെയ്ത കുറ്റം തെറ്റ് ചെയ്തില്ല എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ആവശ്യകതയായി മാറത്തക്ക വിധത്തിൽ അവരെ ഗവൺമെൻറ് ഇരുട്ടറയ്ക്കുള്ളിൽ അടച്ച് പിന്നീട് വെളിച്ചം കാണാത്ത രീതിയിൽ കഠിനമായ ശിക്ഷയിലേക്ക് കൊണ്ടുപോകും. അതാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ വരെ നിലനിൽക്കുന്ന സംഗതി. പക്ഷേ സോവിയറ്റ് യൂണിയൻ ചെയ്തത് അങ്ങനെയല്ല. സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയൻ ചെയ്തത് കുറ്റവാളികളായി കണ്ടെത്തപ്പെട്ട മുഴുവൻ ആളുകളെയും, അതായത് അന്ന് റെഡ് ആർമിയിലെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട 8 റെഡ് ആർമിയിലെ സൈനിക നേതാക്കന്മാർ ചാരന്മാരെന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിൽ പാർട്ടി നേതൃത്വത്തിലും ധാരാളം ആളുകളെ ആ വിധത്തിൽ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവരെ മുഴുവൻ വിചാരണ ചെയ്ത് പരസ്യമായിട്ടാണ്. പരസ്യമായെന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനിൽ മാത്രമല്ല, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ക്യാപിറ്റലിസ്റ്റ് മറ്റ് രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അവിടുത്തെ മാധ്യമപ്രവർത്തകരെ, പത്രക്കാർ, അതോടൊപ്പം തന്നെ നിയമജ്ഞരായ വിവിധ രാജ്യങ്ങളിലെ നിയമജ്ഞരായ ആളുകൾ, ഇങ്ങനെ വിവിധ ശ്രേണികളിലുള്ള മറ്റു രാജ്യങ്ങളിലെ ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ, ഇത് ലോകത്തൊരു രാജ്യം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തില്ല ആരെങ്കിലും സ്റ്റാലിനെതിരെ എന്തെങ്കിലും ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇവർ പറയുന്നതനുസരിച്ച് ഏകാധിപതിയാണല്ലോ, എന്തും ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലോ. പക്ഷെ അദ്ദേഹം ചെയ്തത് അങ്ങനല്ല. ലോകത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടെന്നാണ് അന്ന് നടത്തിയ ഈ ശുദ്ധീകരണ പ്രക്രിയ, സോവിയറ്റ് രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തിൽ നുഴഞ്ഞു കയറിയ അഞ്ചാം പത്തികളെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയ ശുദ്ധീകരണ പ്രവർത്തനത്തിൽ ജനാധിപത്യ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെന്ന് അക്കാലത്ത് ഒരു രാജ്യവും ഒരാൾ പോലും ആരോപണം ഉന്നയിച്ചിരുന്ന, യഥാർത്ഥത്തിൽ ജർമ്മൻ ചാരസംഘങ്ങളാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ സോവിയറ്റ് ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിച്ചിരുന്ന റിബലുകളായി പ്രവർത്തിച്ചിരുന്ന ട്രോട്സ്കേറ്റുകളായിട്ടുള്ള ചില ആളുകളും ഒറ്റുകാരോടൊപ്പം ചേർന്ന് നടത്തിയ പരിശ്രമങ്ങളായിരുന്നു. ആ നിലയിലുള്ള ചില ആളുകൾ ഒഴികെ ബാക്കി ലോകത്തെ മുഴുവൻ ആളുകളും ആ വിചാരണയിൽ സോവിയറ്റ് യൂണിയൻ സ്വീകരിച്ച ആ ട്രാൻസ്പെറൻ്റായ സുതാര്യമായ ആ പ്രക്രിയയെ പ്രശംസിക്കുകയാണ് ചെയ്തത്. അന്ന് അതിലൂടെ ഇവരെല്ലാവരും തന്നെ, അത് പല ആളുകളും അമേരിക്കയുടെ സോവിയറ്റ് അംബാസഡർ ആയിരുന്ന ആളുകൾ ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. എഴുതിയിരിക്കുന്നത് ഈ വിധത്തിൽ രഹസ്യാത്മകമായി ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. കുറ്റം ചെയ്ത ഓരോ ആളുകളും അവരുടെ വിചാരണയുടെ സന്ദർഭത്തിൽ അവിടെ സാക്ഷിമൊഴികളുടെയും മറ്റ് തെളിവുകളുടെയും പശ്ചാത്തലത്തിൽ സ്വയം കുറ്റം സമ്മതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരാളെയും ഭീഷണിപ്പെടുത്തിയോ പ്രേരിപ്പിച്ചോ അവിടെ വിചാരണയിൽ സമ്മർദ്ദം ചെലുത്തുന്നതായിട്ട് എങ്ങും ശ്രദ്ധയിൽ വന്നില്ല. അങ്ങനെ കുറ്റം ലോകത്തിന് മുമ്പാകെ കുറ്റവാളികളാണ്, രാജ്യദ്രോഹികളാണെന്ന് തെളിയിക്കപ്പെട്ട ആളുകളെയാണ് ശിക്ഷിച്ചത്. അവരെ നാടുകടത്തിയവരുണ്ട്, വധശിക്ഷ നടപ്പാക്കിയവരുണ്ട്. ഇതൊരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നീട് പറയുന്നതാണ്, സോവിയറ്റ് യൂണിയനിൽ നിന്ന് ചില മേഖലകളിൽ ഖനനം നടത്തിയപ്പോൾ അസ്ഥികൂടം കണ്ടെത്തി, 100 കണക്കിന് ആളുകളുടെ അസ്ഥികൂടം കണ്ടെത്തി. അതിനകത്ത് എന്താ അസ്വാഭാവികതയുള്ളത്? ആ അസ്ഥികൂടം എന്ന് പറയുന്നത് നോക്കുക, 2ാം ലോകമഹായുദ്ധത്തിൽ ലോകത്ത് 5 കോടിയോളം ആളുകൾ മരണമടഞ്ഞ 2ാം ലോക യുദ്ധത്തിൽ 2,10,00,000 പേർ സോവിയറ്റ് പൗരന്മാരായിരുന്നു.
നാസികൾ ഇരമ്പി കയറി സോവിയറ്റ് യൂണിയനിൽ നടത്തിയിരിക്കുന്ന തേർവാഴ്ച വിശദീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത്രയും പൗരന്മാരെ ആ രാജ്യത്തിനുള്ളിൽ രക്തസാക്ഷിയായ ഒരു രാജ്യമാണ്. അവിടെ ഇങ്ങനെ പലതും കണ്ടെത്തിന്നിരിക്കും. അത് മുഴുവൻ സ്റ്റാലിൻ കൊന്നൊടുക്കിയതാണെന്ന് ആരോപിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. സ്റ്റാലിൻ അതിൻ്റെ ആവശ്യകത എന്താണ്? സ്റ്റാലിനെ കുറിച്ച് അറിയാവുന്ന, സ്റ്റാലിനുമായി അടുത്തിടപഴകിയിട്ടുള്ള, അക്കാലത്ത് അതിന് അവസരം ലഭിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും സ്റ്റാലിൻ്റെ ജനാധിപത്യ ബോധത്തെക്കുറിച്ച്, സ്റ്റാലിൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നതിൻ്റെ പക്വതയെക്കുറിച്ച്, ആ വിധത്തിൽ കാര്യശേഷിയെക്കുറിച്ച് പുകഴ്ത്തി പറയുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലൊരാൾക്ക് അങ്ങനെ ഒരു കൂട്ടക്കൊല നടത്തി അവിടെ ഒന്നും നേടേണ്ട ആവശ്യകതയുമില്ല. ഇവർ തന്നെ പറയുന്നതനുസരിച്ച് സർവാധികാരിയായ ആളായിരുന്നുള്ള പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വസ്തുത. യഥാർത്ഥത്തിൽ ആ പറയുന്നതിൽ വസ്തുതയില്ല. കമ്മിറ്റികൾക്കുള്ളിൽ വളരെ വിശദമായ ചർച്ചകൾ നടത്തുകയും സ്റ്റാലിൻ്റെ നിലപാടുകൾ പലപ്പോഴും തിരുത്തേണ്ടി വരികയും സാഹചര്യങ്ങൾ ധാരാളം സോവിയറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിമർശകർ കാണില്ല. ഇതിൻ്റെ ഒരു മറുവശം ഞാൻ പറയാം. കൂട്ടിച്ചേർത്ത് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ദിരാഗാന്ധി മരിച്ചു ഒക്ടോബർ 31, നവംബർ 1, 2, 3, 4 തീയതികളിൽ ഡൽഹിയിലും ഹരിയാനയിലും സമീപ പ്രദേശങ്ങളിലെല്ലാം സിഖ് ജനവിഭാഗങ്ങൾക്കെതിരെ അതിക്രൂരമായ ഒരു വംശഹത്യ നടത്തുകയുണ്ടായി. വലിയൊരു കൂട്ടക്കൊല. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തന്നെ, എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3332 പേർ കൊല ചെയ്യപ്പെട്ടു ഈ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന്. നോക്കണം, അതിനുശേഷം അനൗദ്യോഗികമായ കണക്ക് 8000, 15000 ഒക്കെ അങ്ങനെയുള്ള കണക്കുകളാണ്. എന്തായാലും ശരി, മിനിമം 3300-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തിൻ്റെ പേരിലായിരുന്നു? ഇന്ദിരാഗാന്ധിയെ സിഖുകാരനായ അംഗരക്ഷകൻ വെടിവെച്ചു കൊന്ന എന്നുള്ളതാണ്. പക്ഷെ വെടിവെച്ചു കൊന്നത് ഈ അംഗരക്ഷകനാണെന്ന വിഷയം ഉൾപ്പെടെ ഉള്ള വിഷയത്തിൽ ഒരു സുതാര്യമായ അന്വേഷണ റിപ്പോർട്ടോ ഇന്ന് വരെ ഇന്ത്യൻ ജനതയുടെ മുന്നിൽ വന്നിട്ടില്ല. ജസ്റ്റിസ് ധാക്കർ കമ്മീഷൻ റിപ്പോർട്ടും ജസ്റ്റിസ് രംഗനാഥൻ കമ്മീഷൻ റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂട്ടക്കൊലയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടൊന്നും പാർലമെൻറ്റിൽ പോലും വെച്ചിട്ടില്ല. പാർലമെൻറ്റിൽ പോലും വെക്കാതിരിക്കത്തതിൽ പിന്നീട് നിയമം ഭേദഗതി ചെയ്ത് ആര്? രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നു. ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായതിനു ശേഷം രാജീവ് ഗാന്ധി പറഞ്ഞ എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ഡൽഹിയിൽ നടന്ന സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് രാജീവ് ഗാന്ധി നടത്തിയ കുപ്രസിദ്ധമായ ഒരു കമൻ്റ് ഉണ്ട്. വളരെ വേദനയോടുകൂടി നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നിടത്ത് ഏറ്റവും വലിയ ജനാധിപത്യവാദികളെന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞൊരു കമൻ്റാണ്. ഒരു വടവൃക്ഷം വീഴുമ്പോൾ, ഒരു വലിയ വൃക്ഷം കടപുഴകി വീഴുമ്പോൾ ഭൂമിയൊന്ന് കുലുങ്ങുക, അതിൻ്റെ അടിയിലെ മണ്ണുകൾ ഇളകി പോവുക എന്നത് വളരെ സ്വാഭാവികമാണ്. ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയതിനെക്കുറിച്ച് ഗാന്ധിയന്മാരെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ, ഈ വി ഡി സതീശൻ അടക്കമുള്ള ആളുകളുടെ പാർട്ടി, അവരുടെ നേതൃത്വം ചെയ്തതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധിക്കുണ്ടായ ആ ദുരന്തം തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് വലിയ ദുഃഖകരമായൊരു വസ്തുത തന്നെയാണ്. അത് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്നുള്ളതും അത് കണ്ടെത്തുക അറിയേണ്ട ആവശ്യം. കുറ്റവാളികളല്ലാത്ത ഒരുപാട് പേർ ശിക്ഷിക്കപ്പെട്ടു, ഒരുപാട് പേർ ശിക്ഷിക്കും. അതാണ് ഈ പറഞ്ഞത്. 3000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടെന്ന് ഔദ്യോഗിക കണക്ക്. കുറ്റവാളികളായ എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു നമ്മളറിയേണ്ട കാര്യമല്ലേ? ആ കൂട്ടക്കൊലയ്ക്ക്, ആ സിഖുകാരെ കൂട്ടക്കൊല നടത്തിയതിന് നേതൃത്വം കൊടുത്ത എത്ര കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു? അതാണ് ഈ നമ്മൾ പറയുന്ന വിശാല ജനാധിപത്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെ ഈ അക്രമരാഹിത്യവും. സ്റ്റാലിനെ പോലൊരു നേതാവിനെ ഈ വിധത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ആക്ഷേപിക്കുന്നവരുടെ പാരമ്പര്യം എന്താ? അധികം ചരിത്രത്തിലേക്ക് പോകുന്നില്ല. പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു സംഭവം ഇപ്പോൾ പറഞ്ഞു എന്നുള്ളതിൽ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാലിനെ പോലൊരു നേതൃത്വം, ആ നേതൃത്വത്തെ, ആ ഗവൺമെൻറ്റിനെ വിമർശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. വാപോയ കോടാലി പോലെ എവിടെയും കയറി വെട്ടുക, വഴിയെ വരുന്നവർക്കെല്ലാം കയറി തട്ടിയിട്ട് പോകാൻ കഴിയുന്നൊരു ചെണ്ട പോലെ ലോകത്തിൽ ഏറ്റവും ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും സമുന്നതരമായ പദവി അലങ്കരിച്ച, ലോകം ആരാധിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, ലോകം കണ്ടിട്ടുള്ള ഉജ്ജ്വലനായ നേതാക്കന്മാരിൽ ഒരാൾ, ലോകത്തിലെ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാൾ, അത്രയും ശക്തനായ ഒരു നേതാവിനെക്കുറിച്ച് ഇങ്ങനെ വെറുതെ അഭിപ്രായം പറഞ്ഞ് ആക്ഷേപിച്ച് ആരെങ്കിലും കൊണ്ടുപോകുന്നത് ശരിയല്ല. ഇന്നല്ലെങ്കിൽ നാളെ സ്റ്റാലിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കും ജനങ്ങൾ. അറിഞ്ഞേ മതിയാവും. അങ്ങനെ പഠിച്ചുകൊണ്ട് മാത്രമേ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. CPI, CPM തുടങ്ങിയ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ പ്രവർത്തന രീതി
സ്റ്റാലിനെതിരായി ഈ വലതുപക്ഷ ഭൂഷ പ്രസ്ഥാനങ്ങൾ, ഫാസിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ശരിയാണ് എന്ന തോന്നലുണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. പാപ്പിനിശ്ശേരിയിൽ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ CPM-കാർ കയറി അത് കത്തിച്ച് കളയുമ്പോൾ അവരുടെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരാൾ പുറത്തുപോയതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്, വീരാഘവനുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് പാമ്പുകളെ മുഴുവൻ കൊന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പറഞ്ഞെന്താണ്, സ്റ്റാലിനിസ്റ്റുകളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റാലിൻ എന്ത് ചെയ്തു? സ്റ്റാലിൻ ഇതിനകത്ത് എന്താണ് പങ്ക്? സ്റ്റാലിൻ ഇതായിരുന്നു പരിപാടി. അപ്പോൾ CPM നോക്കുക, 51 വെട്ടുവെട്ടി സ്വന്തം സഹപ്രവർത്തകന്, കുറച്ചു കാലം മുമ്പ് വരെ സ്വന്തം സഹപ്രവർത്തകനായിരുന്നു, സഖാവായിരുന്ന ഒരു മനുഷ്യൻ രാഷ്ട്രീയ നിലപാട് മാറ്റി എന്ന ഒറ്റ കാരണത്താൽ 51 വെട്ടുകിട്ടിയ ഒരു മനുഷ്യനെ കൊന്നിട്ട് അതിൻ്റെയും പഴി സ്റ്റാലിനാണ്. മനസ്സിലായോ? ഇത് പറയാൻ എന്ന് പറഞ്ഞാൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്മ്യൂണിസത്തിനെതിരെ പറയാനും കമ്മ്യൂണിസത്തിനെതിരെ പ്രചരിപ്പിക്കാനും സ്റ്റാലിനെ ഒരു മുൻനിർത്തിക്കൊണ്ട് തെറ്റിദ്ധാരണ പ്രവർത്തുന്നു. ആ തെറ്റിദ്ധാരണ ശരിയാണെന്ന തോന്നൽ ജനങ്ങളിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ ഇവർ കാട്ടിക്കൂട്ടുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശരിയല്ലേ? ഇവിടെ നമ്മൾ കാണുന്നു വളരെ പരിമിതമായ ചെറിയ ഒരു സംസ്ഥാന അധികാരം മാത്രം ഉണ്ടായിരുന്നു, 5 വർഷക്കാലത്തെ പരിമിതമായ അധികാരം മാത്രമുള്ള ഒരു മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ചോദ്യം, അതല്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവരോട് കാണിക്കുന്ന അസഹിഷ്ണുത നിറഞ്ഞ രീതികൾ, ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ, അതല്ലെങ്കിൽ വഴിയിൽ നിന്ന് ചെറുപ്പക്കാരെ ഹെൽമെറ്റ് കൊണ്ടും പൂച്ചട്ടി കൊണ്ടും അടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, അത് രക്ഷാപ്രവർത്തനമല്ലേ? അവരെ രക്ഷിക്കാൻ ശ്രമിച്ചതല്ലേ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അത് എത്രമാത്രം ക്രൂരമാണ്. പാമ്പിനെ തല്ലുന്ന പോലെ മനുഷ്യനെ തല്ലി കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പാമ്പിനെ തല്ലിക്കൊന്ന പോലും ചോദിക്കാൻ ഈ നാട്ടിലെ ആളുണ്ട്, അതാണ് രസം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുന്ന, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പം, എന്നിട്ട് ഇതുപോലായിരുന്നു സ്റ്റാലിൻ എന്ന് പറയുമ്പോൾ ആളുകൾ വിശ്വസിച്ച് പോകില്ല. ഇങ്ങനെ കെട്ടിച്ചമച്ച കുറച്ച് കഥകളും കൂടെ വരുമ്പോൾ യഥാർത്ഥ സ്റ്റാലിനെ മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ കൃതികൾ പഠിക്കുക, അദ്ദേഹം ഡീൽ ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ അദ്ദേഹം എങ്ങനെ അഡ്രസ്സ് ചെയ്ത് നോക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മഹായുദ്ധം നടക്കുമ്പോൾ എന്തായിരുന്നു ജർമ്മനിയിലെ, സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിൻ്റെ മകൻ സോവിയറ്റ് സൈന്യത്തിലെ ഒരു സാധാരണ സൈനികനായിരുന്നു, ഒരു സാധാരണ പട്ടാളക്കാരൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മകൻ ഇന്ത്യൻ സൈന്യത്തിലെ ഒരു സാധാരണ പട്ടാളക്കാരനാണ്, അതും ഒരു വലിയ യുദ്ധ സാഹചര്യത്തിൽ. അങ്ങനെയാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു മുതലാളിത്ത രാജ്യത്ത്, ഒരു ബൂർഷ്വാ രാജ്യത്തും ഒരു ഭരണാധികാരിയുടെ മക്കൾക്ക് പ്രിവിലേജുകൾ ലഭിക്കാതിരുന്നിട്ടില്ല. സ്റ്റാലിൻ്റെ മക്കൾക്ക് അങ്ങനെയുള്ള പ്രിവിലേജ് ഉണ്ടായിരുന്നില്ല. സ്റ്റാലിൻ്റെ മകൾ സ്വെറ്റ്ലാനയ്ക്ക് എവിടെയോ ഒരു ഫ്ലാറ്റ് അനുവദിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പം സ്റ്റാലിൻ തിരിച്ചു ആ അനുവദിച്ച ഉദ്യോഗസ്ഥനോട് ചോദിച്ചത്, അവൾക്ക് ഫ്ലാറ്റ് അനുവദിച്ചു കൊടുക്കാൻ അവൾ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണോ, അവൾ പാർട്ടിയുടെ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ആളാണോ? ഒരു കാരണവശാലും പാടില്ല എന്ന് പറയുകയാണ്. സ്റ്റാലിൻ്റെ മകൻ യാക്കോബ് യുദ്ധത്തിൽ പങ്കെടുത്ത് ജർമ്മൻകാരുടെ പട്ടാളത്തിൻ്റെ തടവിലായപ്പോൾ ജർമ്മനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ സോവിയറ്റ് യൂണിയനോട് ചോദിച്ചത് യാക്കോബിനെ വിട്ടുതരാം, പകരം ആ സോവിയറ്റ് യൂണിയൻ അറസ്റ്റ് ചെയ്തിരിക്കുന്ന യുദ്ധത്തടവുകാരനായി പിടിച്ചിരിക്കുന്ന ജർമ്മനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനെ പകരം കൊടുക്കണമെന്നാണ്. അപ്പം അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പോലും നേതാക്കന്മാർ ചിന്തിച്ചു, കാരണം സ്റ്റാലിൻ്റെ മകനാണല്ലോ എന്ന് പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാർ ചിന്തിച്ചപ്പോൾ സ്റ്റാലിൻ പറഞ്ഞത് ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് വിട്ടു. ജർമ്മനിയുടെ ഒരു സാധാരണ സൈനികനെ പകരം വിട്ടുകൊടുക്കാം, യാക്കോബിനെ സോവിയറ്റ് യൂണിയന് തിരിച്ചു തന്നാൽ തത്തുല്യമായ റാങ്കിലുള്ള ഒരു ജർമ്മൻ സൈനികനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാം. ഒരു ഉയർന്ന റാങ്കിലുള്ള ഒരു ജർമ്മനിയുടെ ഉദ്യോഗസ്ഥനെ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് നീതിയല്ല. യുദ്ധത്തിൽ പ്രകടിപ്പിക്കുന്ന റഷ്യയുടെ മണ്ണിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലേർപ്പെട്ട് ജീവിതം കൊടുത്ത് ബലി കൊടുത്തുകൊണ്ട് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന അനേകം രക്തസാക്ഷികളോട് ചെയ്യുന്ന വഞ്ചനയാണ്. എന്ന് മാത്രമല്ല, ഒരിക്കൽ സ്റ്റാലിൻ വളരെ ദുഃഖിതനായ മുഖഭാവത്തോടു കൂടി നിൽക്കുമ്പോൾ മൊളോട്ടോവാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരിൽ ഒരാൾ വന്നിട്ട് ചോദിക്കും, സഖാവ് സ്റ്റാലിൻ എന്താണ് വല്ലാതെ വിഷമിച്ചിരിക്കുന്നത്, മകൻ്റെ കാര്യം ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നത് മകനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്, നമ്മുടെ രാജ്യത്ത് മക്കളെ നഷ്ടപ്പെടാത്ത ഒരു വീട് പോലുമില്ല, അതോർത്തിട്ടാണ് എനിക്ക് വിഷമം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സ്റ്റാലിൻ നോക്കുക, സ്റ്റാലിനെ കാണാൻ 2 വിദേശ പത്രപ്രവർത്തകരായ 2 സന്ദർശകർ സ്റ്റാലിനെ കാണാൻ വരികയാണ്. അവർ സ്റ്റാലിനെ കണ്ട് സ്റ്റാലിൻ്റെ ഭാര്യയെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കും. അപ്പോൾ സ്റ്റാലിൻ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ ഫാക്ടറിയിലെ ജോലിക്കാരിയാണെന്ന് പറയും.
വിചാരിക്കുന്ന ഫാക്ടറിയിലെ ഉയർന്ന എന്തെങ്കിലും മാനേജ്മെൻറ്റ് അത്ര ലെവലിലുള്ള സ്റ്റാഫായിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. ജോലി കഴിഞ്ഞ് അവരിറങ്ങി വരുന്ന സമയത്ത് അവരെ കാണാൻ ചെല്ലുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഇറങ്ങി വരുന്ന ഒരു തൊഴിലാളി സ്ത്രീയാണ് കാണുന്നത്. അവർ ശരിക്കും അതിശയപ്പെട്ടു. കാരണം ലോകത്തൊരു രാജ്യത്തും, നമ്മുടെ രാജ്യത്ത് എന്തിന് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും ആവണ്ട, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു ലോക്കൽ നേതാവായാൽ മതി, പിന്നെ ഭാര്യമാരൊന്നും വിശേഷിച്ച് ഇങ്ങനെ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യകത നമ്മുടെ നാട്ടിലില്ലല്ലോ. പക്ഷേ അവർ ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം സഖാവ് സ്റ്റാലിനെ പോലെ ഒരാളുടെ ഭാര്യ, നിങ്ങൾ ഒരു സാധാരണ തൊഴിലാളിയായിട്ടാണോ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ സ്റ്റാലിൻ്റെ ഭാര്യ തിരിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് ഈ രാഷ്ട്രത്തിന് വേണ്ടി ജോലി ചെയ്യുക, ഞാൻ എൻ്റെ കഴിവനുസരിച്ച് ജോലി ചെയ്യുന്നു, ഇത് തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെ, ഓരോരുത്തരും അവരവരുടെ ലാവുന്ന ചെയ്യുന്നു. ഇതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്, അതുതന്നെയായിരുന്നു രാഷ്ട്രത്തിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ അത്രയും ജനാധിപത്യം, ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്, തുല്യത. ആ ഒരു ഉദാത്തമായ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ ജനാധിപത്യത്തിൻ്റെ സങ്കല്പം ഏറ്റവും കൃത്യമായി ജീവിതത്തിൽ സ്വാംശീകരിച്ച് അങ്ങനെ ജീവിച്ച ഒരാളാണ് സ്റ്റാലിൻ. വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടാവും, ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രവൃത്തി ചെയ്യുന്ന ഏതൊരാൾക്കും വീഴ്ചകൾ വരാം. പക്ഷേ സ്റ്റാലിനെ മനസ്സിലാക്കാൻ ഈ അപവാദ പ്രചാരകരുടെ നോട്ടുകളുടെ അടിസ്ഥാനത്തിലല്ല, സ്റ്റാലിൻ്റെ കാലഘട്ടത്തെയും സ്റ്റാലിനെയും പഠിക്കാൻ ഒരുപാട് മാർഗമുണ്ട്. അങ്ങനെ തന്നെ പഠിക്കണം.